ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ദിവ്യ സിജു. ഞാൻ പാലാ രൂപതയിലുള്ള സെൻറ്റ് മേരീസ് മേവിട ഇടവകാംഗമാണ്. ഞാനിവിടെ ആദ്യമായി 2019 ഉടമ്പടി എടുക്കാൻ ആഗ്രഹിച്ചു വന്നു. പക്ഷേ ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. എൻ്റെ കുഞ്ഞുമായി തിരിച്ചുപോയി സൗദിയിലേക്ക്. അതിനുശേഷം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. കാരണം ഉടമ്പടിയിലെ വിശ്വസ്തയോ വിശുദ്ധിയോ പാലിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ പല മെയിൽ ID ഉണ്ടാക്കി ഞാൻ പലതവണ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. എനിക്ക് ഒന്നും പൂർത്തീകരിക്കാൻ കഴിയാത്തത് മൂലം ഞാൻ അങ്ങനെ ചെയ്തു. എന്നിട്ടും ഞാൻ ഒരു തവണ പോലും ഓൺലൈനിൽ ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിച്ചില്ല. എന്നിട്ട് അതിനുശേഷം 2020 കാലഘട്ടത്തിൽ കോവിഡ് തുടങ്ങിയ ശേഷം എനിക്ക് എൻ്റെ BP ഹൈ ആയി. എനിക്ക് പാൽപിറ്റേഷന്, ഈ ലെഫ്റ്റ് ഹാൻഡിന് ബേണിംഗ് സെൻസേഷന്, അങ്ങനെ തലയ്ക്ക് പെരുപ്പ്, എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് തലയ്ക്ക് പെരുപ്പ്, അങ്ങനത്തെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ഞാൻ മെൻ്റലി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. മരണഭയം, അങ്ങനെ ഒരു കുറേ അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയി. ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, മെഡിക്കൽ, ENT, അങ്ങനെ ഓർത്തോ എല്ലാവിധ ഡോക്ടേഴ്സിനെ കണ്ടു. CT സ്കാന് 2 തവണ CT സ്കാന്, MRI, പിന്നെ എക്സ്റേ, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ആഴ്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. 5 തവണ BP-യുടെ 5 ടൈപ്പ് മെഡിസിൻസ് BP-യുടെ മാറി കഴിച്ചു. എൻ്റെ രോഗം എന്താണെന്നോ അവർ പറയുന്ന ഒന്നുമില്ലെന്ന്, പക്ഷേ എനിക്കറിയില്ലായിരുന്നു. ഉച്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മരിക്കും എന്നുള്ളൊരു ചിന്ത, ഈ സ്ട്രോക്ക് ഉണ്ടാകും, അറ്റാക്ക് ഉണ്ടാകും, അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്യൂസായിരുന്നു. പിന്നെ ഞാൻ രാത്രിയൊക്കെ ആകുമ്പോൾ മരിക്കാനായിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ കിടക്കും. ബ്ലാങ്കറ്റൊക്കെ ഇട്ട് കയ്യിൽ കൊന്തയൊക്കെ ഇങ്ങനെ കെട്ടി പ്രാർത്ഥന പുസ്തകം സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ കിടക്കും. മക്കളോട് ഹസ്ബൻഡോട് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. രാവിലെ എണീക്കുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കും കിടന്നോന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ണടച്ചിങ്ങനെ കിടക്കും. അപ്പം പറയും പോകാൻ തയ്യാറായി കിടക്കുവാലേ എന്ന് വിചാരിച്ച് കിടന്നോളൂ എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് അവരൊക്കെ ചിരിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. രാവിലെ അലാറം അടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ മരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സന്തോഷത്തോടെ എണീക്കുമായിരുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയി. ഒരു വർഷക്കാലം 2020 ഞാൻ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഹസ്ബൻഡ് ഒരു CSI വിശ്വാസത്തിലുള്ള ആളാണ്. രാവിലെ 5:00 ഞാൻ എണീറ്റ് മുട്ടുകുത്തി നിന്ന് ഉറങ്ങുമായിരുന്നു പ്രത്യക്ഷ പ്രാർത്ഥനയിൽ. കുറച്ച് നാൾ കഴിഞ്ഞ് ഹസ്ബൻഡ് വന്ന് എൻ്റെ കൂടെ ഈ പ്രാർത്ഥനയ്ക്ക് കൂടി. എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അതിനുശേഷമാണ് ഞാൻ കുറച്ചും കൂടി പ്രാർത്ഥനയിലേക്ക്, വിശ്വാസത്തിലേക്കും വന്നത്. എന്നിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയില്ലായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ കൊന്തയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നു. ഞാൻ കുടുംബ പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ വന്നു. ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും രാവിലെയും വൈകുന്നേരവും ഈ പ്രത്യക്ഷ പ്രാർത്ഥനയും വൈകുന്നേരത്തെ സായം പ്രാർത്ഥനയും ചെല്ലാനൊക്കെ തുടങ്ങി. എൻ്റെ ഈ അവസ്ഥകളൊക്കെ കുറച്ച് മാറി തുടങ്ങി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് OET പഠിക്കണം എന്നുള്ള ചെറിയൊരു ആഗ്രഹമൊക്കെ വന്നു. പക്ഷേ ദൈവഹിതമാണോ ഇതെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും ഈ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഉറങ്ങുന്നില്ലാത്ത സമയത്ത് ഫുള്ള് ഡ്യൂട്ടിയിലുള്ളപ്പോഴും ഹെഡ്സെറ്റ് വെച്ച് ഞാനിത് കേട്ടുകൊണ്ട് നടക്കും. എല്ലാ ചൊവ്വാഴ്ചയിലും ഉടമ്പടി ആരാധനകൾ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കേട്ട് അതിന് അഡിക്റ്റഡ് ആയിരുന്നു ഞാൻ. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ മിക്കവാറും OET റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഞാനും OET പഠിച്ചാലോ എന്ന്. പക്ഷേ 2 തവണ IELTS ഫെയിൽഡായിരുന്നു ഞാൻ നേരത്തെ. അതുകൊണ്ട് എനിക്കിത് ദൈവഹിതമല്ല എങ്കിൽ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഒരു യൂറോപ്യൻ കൺട്രി പോകാനൊന്നും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ദൈവഹിതം ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം മതി എന്ന് വിചാരിച്ച് ഞാൻ 3 ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥന ചൊല്ലി സമയം കൊടുത്ത് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. 3 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും എന്നോട് ഈ OET പഠിക്കാനോ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിങ്ങനെ 3-ാമത്തെ ദിവസം, അത് 28/10/2021 ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കാണുന്നു ഉറക്കത്തിൽ. അച്ഛനെ ഞാൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് കുമ്പസാരിക്കുന്നത് പോലെയാണ് ഞാൻ കണ്ടത്. ജോസഫ് അച്ഛൻ പറയുന്നു നീ OET പഠിക്കണം എന്നൊരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ അച്ഛനെ സ്വപ്നത്തിൽ കണ്ടത്. അന്ന് തന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ OETക്ക് ഓൺലൈനിൽ കോഴ്സ് കൂടാനായിട്ട് പേയ്മെൻറ്റ് ചെയ്തു, പഠിക്കാൻ തുടങ്ങി. പിന്നെ 2022 എനിക്കിവിടെ കടന്നു വരാൻ സാധിച്ചത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3-ാമതായിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ചാച്ചനും അമ്മയ്ക്ക് ഒരു നല്ല വീട്ടിലേക്ക്, ഒരു വാടക വീടാണെങ്കിലും നല്ല വീട്ടിലേക്ക് മാറ്റി താമസിക്കാൻ പറ്റണമേ എന്നായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൈലവും വെഞ്ചരിച്ച ഉപ്പും ഞങ്ങളിവിടുന്ന് പോയി. 3-ാമത്തെ ദിവസം 26 ഡിസംബറിൽ ഞാൻ ഒരു പുതിയ വീട് ഞങ്ങൾ കാണാൻ പോയി. ആ വീട്ടിൽ ഞാൻ കയറുന്ന വാതിലിൽ ഞാൻ തൈലം, വിശുദ്ധ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഭവനത്തിൽ ആര് താമസിക്കാൻ ആഗ്രഹിച്ചാലും ആ ഭവനം അവർക്ക് സന്തോഷത്തോടെ കൊടുക്കണേ
കെട്ടുകളെല്ലാം അഴിക്കണേന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ആ വാതിലിൻ്റെ ജനലിൻ്റെയും എല്ലാ ആരും കളയാത്ത എല്ലാ മൂലകളിലും ഞാൻ വിശുദ്ധമായ ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ആ വീടൊന്നും ആഗ്രഹിക്കുകയോ ആ വീടിൻ്റെ ഓരോ മുറികൾ പോലും നോക്കുക പോലും ചെയ്തില്ല. ഞാൻ എന്നിട്ട് ഫ്രണ്ടിൽ വന്നിരുന്നു. പക്ഷേ 3-ാമത്തെ ദിവസം അതിന് ടോക്കൺ കൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് ഇടയാക്കി ആ ഭവനം ഞങ്ങൾക്കിപ്പോൾ സ്വന്തമാക്കി. 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഹൗസ് വാമിങ് നടത്തുവാനും ഞങ്ങളുടെ 1 ലക്ഷം പോലും രൂപ ഇല്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ സഹായിച്ചതും ബാക്കി ബാങ്ക് ലോണുമായിട്ട് ഞങ്ങൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടിയില്ല, എല്ലാവരും ഇങ്ങോട്ട് തരുമായിരുന്നു. എൻ്റെ ആ 3-ാമത്തെ ഉടമ്പടി അങ്ങനെ പൂർത്തീകരിച്ചു. അതിനുശേഷം ഞാൻ OET പഠിച്ചുകൊണ്ടിരുന്നു. 3 തവണ സൗദിയിൽ OET എഴുതി. പക്ഷേ റീഡിംഗ് എന്ന മോഡ്യൂൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. 20 മാർക്കിനായിരുന്നു ഞാൻ ഫെയിലായിക്കൊണ്ടിരുന്നത് 3 തവണ. 4-ാമത്തെ തവണ നാട്ടിലെ എക്സിറ്റ് വന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടൊക്കെയാണ് ഞാൻ പോയി എഴുതി. പക്ഷേ ഞാൻ ഫെയിലായി. 2ാമത് വീണ്ടും ഞാൻ വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചു. ഞാൻ ആ എക്സാം എഴുതിയത് അന്ന് തന്നെ എനിക്കറിയായിരുന്നു ഞാൻ ഫെയിലാകുമെന്ന്. അന്ന് തന്നെ ഞാൻ അടുത്ത എക്സാമിന് ഡേറ്റ് എടുത്തു. പക്ഷേ ഞാൻ ആ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് വിത്ത്ഹോൾഡായി, റിസൾട്ട് വന്നില്ല. 2ാമത് എഴുതിയ ആ മാസത്തിൽ തന്നെ എഴുതിയ എക്സാമിന് പോയിരുന്നപ്പോൾ A പാർട്ട് ഞാൻ കംപ്ലീറ്റ് കുഴപ്പമില്ലാത്ത തവണ ചെയ്തു. B പാർട്ട് C പാർട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് പോലും അറിയില്ല. ഈ 4 തവണ ഞാൻ OET എഴുതിയതിൽ 1 മിനിറ്റ് 1 സെക്കൻഡ് പോലും എനിക്ക് എക്സ്ട്രാ ലഭിക്കാതിരുന്ന എനിക്ക് 13 മിനിറ്റിന് മുമ്പ് ഞാൻ ഈ OET റീഡിംഗ് എന്ന എക്സാം എഴുതിയിട്ട് ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു. എങ്ങനെ സംഭവിച്ചു എന്നെനിക്കറിയില്ല. ഞാനല്ലായിരുന്നു ആ പരീക്ഷ എഴുതിയിരുന്നത്. പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും ഈശോയും എന്നെ കൈപിടിച്ച് നടത്തുമായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, പാരഗ്രാഫ് വായിക്കും, ടിക്കറ്റും അങ്ങനെ പോകുമായിരുന്നു. എനിക്ക് എനിവേ റിസൾട്ട് വന്നു. ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, ഞാൻ ഈ 2 റിസൾട്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ജയിക്കുവാണെങ്കിൽ ഞാൻ ന്യൂസിലാൻഡിൽ പോകണമെന്ന് ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കും. ഇല്ലെങ്കിൽ ഇതുവരെയുള്ള ഞാൻ ചെയ്ത പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ പൈസയും പൊയ്ക്കോട്ടെ, അത് ദൈവഹിതമല്ല, ഞാൻ മറ്റു വഴി നോക്കും എന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ റിസൾട്ട് വന്നു. ഞാൻ പരിശുദ്ധാമ്മയുടെ മുമ്പിൽ വന്നാണ് ഞാൻ റിസൾട്ട് തുറന്നപ്പോൾ ആ 2 റിസൾട്ടും ഞാൻ 350 കിട്ടി പാസ്സായി. പരിശുദ്ധാമ്മയോട് ഒരുപാട് നന്ദി പറഞ്ഞു. അങ്ങനെ എൻ്റെ ആ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് ഞങ്ങൾ ചെയ്തു. പിന്നെ 3-ാമതായിട്ട് എൻ്റെ മോൾക്ക് അഡിനോടോൺസിലൈറ്റിസ് എന്നൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പരിശുദ്ധമ്മയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിച്ചേക്കാം എന്ന് പറഞ്ഞു. പിന്നെ ദൈവഹിതമെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും കാണുന്നവർ ഓപ്പറേഷനായിരുന്നു സജസ്റ്റ് ചെയ്തിരുന്നത്. ഇവിടെ വന്നു മുട്ടുകുത്തിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു. ആദ്യമേ കണ്ട ഡോക്ടർ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തു. 2ാമതൊരു ഡോക്ടറെ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. ആ ഡോക്ടറും ഗ്രേഡ് 4 അഡിനോയിഡ് ആണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ആ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറി. ഓപ്പറേഷനിലൂടെ പരിശുദ്ധ അമ്മ മോൾക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി. അവൾക്കുണ്ടായിരുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറി കിട്ടി. ദൈവനാമത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ചാച്ചന് ഉണ്ടായിരുന്ന സ്മോക്കിങ്, ഒരു സ്ട്രോക്ക് എന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു. എന്നാലും അത് ക്ലിയറായി കിട്ടി. ആ പുകവലി എന്നേക്കുമായി മാറി. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മദ്യപാനം ഉണ്ടായിരുന്നു. അതുമൂലം കുറേ ഇഷ്യൂസ് അവൾക്കുണ്ടായിരുന്നു. അതും മാറിക്കിട്ടി. ഈ സ്ട്രോക്ക് തന്നെ പുള്ളിക്കും വന്നു. സ്ട്രോക്കല്ല, അറ്റാക്ക് പോലെ വന്നു. അതും മാറിക്കിട്ടി. എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിൽ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി യാതൊന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി ഞാനിവിടെ വന്നു. വിസ വന്നിട്ടുണ്ടായിരുന്നു, DL വന്നായിരുന്നു. എൻ്റെ ഏജൻസിയിൽ നിന്ന് പറഞ്ഞിരുന്നു എന്നോട് ജൂണിന് ശേഷമേ നിനക്ക് എന്തെങ്കിലും ആകുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ രാവിലെ 5:30 ജനുവരിയിലായിരുന്നു. രാവിലെ 5:30 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഈ ചെല്ലുന്നത് നീ കാണുന്നുണ്ടോ? ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് വെറുതെയാണോ? ഞാൻ പകുതി ഉറങ്ങിക്കൊണ്ടൊക്കെയായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. ഉറങ്ങി പോകും. അപ്പം പലതവണയായിട്ട് ഞാൻ ഈ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു 10-25 മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കറക്റ്റ് 5:39 ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് ന്യൂസിലാൻഡിൽ നിന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഞാൻ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് അന്ന് തന്നെ അവൾ ഒരു നമ്പർ തന്നു, വിളിക്കാൻ പറഞ്ഞു. ഒരു പുതിയ ഏജൻസിയുടെ നമ്പർ തന്നു. ക്യാപ്പിൻ്റെ അഡ്മിഷന് അവിടെ എടുക്കുകയും എനിക്ക് അന്ന് തന്നെ ഏജൻസി മാറി പേയ്മെൻറ്റ് ചെയ്തു. എനിക്ക് ബാക്കിയുള്ള പ്രോസസ്സിംഗ് എല്ലാം പെട്ടെന്നായിരുന്നു. ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ എനിക്ക് അതിലൂടെ അനുഭവിക്കുവാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ മാർച്ച് 16-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അച്ഛനെ കാണുവാനുള്ള വലിയൊരു കൃപ എനിക്ക് ലഭിച്ചു. വിസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് കൈവച്ച് പ്രാർത്ഥിച്ചു. 20-ാം തീയതി എനിക്ക് പ്ലേസ്മെൻറ്റിന് ഡേറ്റ് വന്നു. അതും ഇതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ന്യൂസിലാൻഡിൽ നിന്ന് എനിക്ക് ഒരു മെസ്സേജ് വരികയായിരുന്നു ഗ്രൂപ്പിൽ, മെയ് 6th ബാച്ചിലേക്ക് പ്ലേസ്മെൻറ്റ് ആണ് എന്നും പറഞ്ഞുകൊണ്ട്. അതും പ്രത്യക്ഷ പ്രാർത്ഥനയുടെ
ശക്തി അറിയുവാൻ തക്കവണ്ണം പരിശുദ്ധ അമ്മ എനിക്ക് ഇട തന്നു. കാരണം എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. കാരണം ഞാനീ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മ കാണുന്നുണ്ടോ, ദൈവം കാണുന്നുണ്ടോ എന്നുള്ളത്. അതിലൂടെ എനിക്ക് എൻ്റെ വിശ്വാസം പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ഇത് ചെറുതും വലുതുമായി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഞങ്ങളുടെ ഒരു സ്ഥലം വീട് വിറ്റത് മൂലം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വീട് വേറൊരാളുടെ വീട് വിറ്റെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാനുള്ള കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഞങ്ങൾക്ക് വീട് മേടിച്ച ആൾക്ക് ബാക്കി പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ആ വീട്ടിൽ പോയി ഞങ്ങൾ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും ചൊല്ലി ഞാനും ഹസ്ബൻഡും കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞങ്ങളൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ആ പുള്ളി ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു പൈസ ഏത് അക്കൗണ്ടിലായിട്ടാണ് ഇടേണ്ടത് എന്ന് ചോദിച്ചു. അങ്ങനെ വെഞ്ചരിച്ച ഉപ്പിൻ്റെയും വിശുദ്ധ തൈലത്തിൻ്റെയും ശക്തിയെ അറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കി. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഉടമ്പടി മുഖേന എനിക്ക് ലഭിച്ചു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ബൈബിൾ വായിക്കുവാൻ ഭയങ്കര മടിയായിരുന്നു. ഒരു മണിക്കൂർ വായിച്ചാലും ഞാൻ പിന്നെ തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ എന്താ വായിച്ചതെന്ന് എനിക്കൊന്നും അറിയത്തില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ഈ റീഡിങ്ങൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ 30 മിനിറ്റ് 40 മിനിറ്റ്സൊക്കെ ഡെയിലി ഞാൻ എഴുതുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ആ ബൈബിൾ എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞതും എനിക്ക് പ്രോസസ്സിങ് ഒക്കെ പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്നതും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന, ജപമാല ചൊല്ലുന്നുണ്ട്, പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, അങ്ങനെയെല്ലാം ചെയ്യുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ കൃപാസനം പത്രം കൊടുക്കുന്നു. ഹോസ്പിറ്റലുകളിലും മറ്റ് ബസ് സ്റ്റോപ്പുകളിലും അങ്ങനെ ഒക്കെ പള്ളികളിലുമൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ 2 ഓർഫനേജുകളിൽ ഞാൻ പോയി ഫിനാൻഷ്യലി സഹായിക്കും. അവിടെ പോയി ഞാൻ രോഗികളെ സഹായിക്കും, കുളിപ്പിക്കുകയും അങ്ങനെ അവർക്ക് കെയറൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടും എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവർക്ക് സഹായിക്കുന്നു. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് ഈ വിശുദ്ധമായ അൾത്താരയിൽ നിൽക്കുവാൻ തക്കവണ്ണം തന്ന പരിശുദ്ധമായ ഈ നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനും എൻ്റെ മരണത്തോളം എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും പിതാവിനോടും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.